ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഒരു പത്തിരി എന്നൊക്കെ പറയാം. ഇതിന് ലെയർ പത്തിരി എന്നാണ് പറയുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിൻ്റെ പ്രത്യേകത ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിന് 6 ലെയേഴ്സ് ആയിട്ടാണ് ഈ പത്തിരി വരുന്നത്. അതുകൊണ്ടാണ് ലെയർ പത്തിരി എന്ന് വിളിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ലെയർ പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഒരു 5 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട, തേങ്ങാപ്പാൽ, ഇനി പച്ചരി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ച ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് പച്ചരി നല്ല ലൂസായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല, തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു തേങ്ങയുടെ ഫുൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് ലൂസാക്കി മാറ്റണം. ഇതുപോലെ തേങ്ങാപ്പാൽ, വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, 1-ാം പാൽ. പിന്നെ ലൂസാക്കിയിട്ടുള്ള ബാക്കി തേങ്ങാപ്പാലൂടെ ചേർത്താണിത് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവിത റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഗീ എടുത്ത് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗീ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒരു തളിക വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു തട്ടൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ കേക്ക് മോൾഡ് വെക്കുന്നത്. ഈ കേക്ക് മോൾഡ് ഒന്ന് ചൂടായതിന് ശേഷം, നെയ്യെല്ലാം ഒന്ന് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ കയ്യിലിന് 2 കയ്യിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നെയ്യ് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 2 കയ്യിൽ മാവ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ ഓരോ ലെയറും വേവായതിന് ശേഷം മുകളിലായി നെയ്യൊന്ന് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും മാവ് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയറാക്കി എടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സെറ്റ് മാവ് ഒഴിച്ച് കഴിയുമ്പോഴും അതൊന്ന് വേവായി കിട്ടിയാൽ അതിന് മുകളിലായിട്ട് വീണ്ടും നെയ്യ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. എന്നിട്ടാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് 6 ലെയറായിട്ടുള്ള ഒരു പത്തിരിയാണ്. പിന്നെ പാത്രത്തിലെ വെള്ളം വറ്റാതെ നോക്കണം. ഇതിലേക്ക് ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലെയർ പത്തിരി ഇതാ വേവായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 6 സെറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി ഇതിലെ ചൂടൊന്ന് പോവാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇതിലെ ചൂട് പോയതിന് ശേഷമാണ് ഇത് തട്ടിൽ നിന്നും വിട്ട് കിട്ടുക. ഇതിലെ ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്നൊരു കത്തി കൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇതൊന്ന് വിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ചൂട് പോയതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തൂടെ കുറച്ച് ചൂടുണ്ട്, അതുകൂടെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ച് ഒന്ന് നന്നായി ഒന്ന് തട്ടി കൊടുക്കാം. ഇതിലെ ചൂടെല്ലാം നന്നായി പോയതുകൊണ്ട് തന്നെ 2 തട്ട് തട്ടിയപ്പോഴേക്ക് ഇത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലോണം ചൂട് പോയതിന് ശേഷം മാത്രമേ ഇത് കമഴ്ത്തി തട്ടി കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോഴേ വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി ഇതാ നല്ല വൃത്തിയിൽ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെയർ എങ്ങനെയെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു
കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.